നമസ്കാരം, രുചിമേളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രുചിമേളത്തിൻ്റെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം ഒന്നല്ല, നിങ്ങൾക്ക് പ്രിയപ്പെട്ട 2 മിനി സ്ക്രീൻ താരങ്ങളാണ് ഓണവിഭവം തയ്യാറാക്കാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ 2 സൈഡിലായിട്ട് നിൽക്കുന്ന 2 പുരുഷന്മാർ. വെൽക്കം സുമേഷ് ചേട്ടാ, വെൽക്കം രവി ചേട്ടാ. ഇവർക്ക് പ്രത്യേകം നമസ്തേ. ഇവർക്ക് പ്രത്യേകം ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. പല പല സീരിയലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായ 2 പേരാണ് ഇന്നൊരു ഓണവിഭവം തയ്യാറാക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയി എന്തൊക്കെയാണ് പുതിയ ഓണവിശേഷങ്ങൾ സുമേഷ് ചേട്ടാ? ഓണവിശേഷം വളരെ നല്ല വിശേഷങ്ങളാണ്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം നാട്ടിൽ നിന്ന്, അതായത് എൻ്റെ നാട് പെരുമ്പാവൂരാണ്, അവിടെ നിന്ന് ട്രിവാൻഡ്രത്തിന് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം. അത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഓണാണ്. ഫാമിലി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സന്തോഷം. എന്നെ സംബന്ധിച്ചും സുമേഷിന്റെ പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഓണം എന്ന് പറയുമ്പോൾ നിറവിന്റെ സമയമാണ്, സന്തോഷമാണ് എല്ലാവർക്കും. അതുപോലെയൊക്കെ തന്നെ മുമ്പോട്ട് പോട്ടെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. ആരാണ് ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? സുമേഷിന്റെ ആവട്ടെ. കാരണം എല്ലാം കൊണ്ടും പ്രായം കൊണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും സീനിയർ സുമേഷാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെജ് റോളാണ്. വെജ് റോൾ പ്രത്യേകിച്ച് ഓണായതുകൊണ്ട് നോൺ വെജ് വേണ്ടെന്ന് വെച്ചു. നോൺ വെജ് വേണ്ട, വെജ് റോളാണ്. വെജ് റോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞോളൂ എന്തൊക്കെയാണ് ആവശ്യം. നമുക്ക് ആദ്യം സവാളയാണ്, ഐറ്റംസ് ആണ് ഉള്ളത്. ഇത് ഓരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സാധനം നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത്. അപ്പൊ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുമേഷ് ചേട്ടാ, വീട്ടിലായിരിക്കേണ്ട? വീട്ടില് അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, വൈഫ്, 2 കുട്ടികൾ. എത്ര പ്രായമുള്ള കുട്ടികളാണ്? കുട്ടികൾ 2 പേരും ചെറിയ കുട്ടികളാണ്. മോള് അമൃത 2.5 വയസ്സ്, മോന് അങ്കിത്ത് 1.5 വയസ്സ്. 1.5 വയസ്സ്. എങ്ങനെ ചേട്ടൻ്റെ വീട്ടിലായിരിക്കുന്നുണ്ട്? എന്റെ വീട്ടിലിപ്പം വളരെ ചെറിയ ഫാമിലിയാണ്. വൈഫ്, ഞാന്, മോന്. അമ്മേന്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും നാള്. ഇപ്പം ബ്രദേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നിൽക്കുവാണ്. മോൻ എത്ര പ്രായം? മോൻ 10ാം ക്ലാസ്സിലായി. അടുത്തതായിട്ട് ക്യാരറ്റാണ്. ക്യാരറ്റിന് മുമ്പ് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളക്. അപ്പാർട്ട് ഫ്രം ഷൂട്ടിംഗ് എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെയാണ് ഷൂട്ടിങ്ങിന്റെ സമയത്ത് പരിപാടി. അശ്വതി, ഇപ്പം നമ്മൾ വർക്കില്ലാത്ത സമയത്ത്, അതായത് വർക്കിന്റെ ഇടയിലെ ഗ്യാപ്പിൽ ഞങ്ങൾ ഇങ്ങനെ കുടുംബകാര്യം പറയാം. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് കാര്യത്തിൽ വളരെ സന്തോഷം തോന്നി. സുമേഷ് വളരെ ഫാമിലി ആയിട്ട് കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കണം, ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ വേറെത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു. കുട്ടികളുടെ ആ ഒരു ചെറിയ പ്രായത്തിലുള്ള കുസൃതിയും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും മിസ് ചെയ്യും. അതാണ് നല്ല കാര്യം അല്ലേ. വളരെ എനിക്ക് തോന്നുന്നില്ല അധികം ആണുങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നു. സാധാരണ ഒരു ഗെറ്റബിളാണ്, സ്പോർട്സ് പേഴ്സൺ ആണോ? സ്പോർട്സിലൊക്കെ സ്പോർട്സ് ഇല്ല. എനിക്ക് പറഞ്ഞ പോലെ ആർട്ട് ഫോമിനോടാണ് കൂടുതൽ ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റൽ സാധനങ്ങൾ, അതുപോലെ ഫ്യൂഷൻസ്, യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ സംഗതികൾ. സ്പോർട്സ് കാര്യം ശരീരം ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ തന്നേ ഉള്ളൂ. കാരണം അച്ഛൻ്റെ ശരീരപ്രകൃതി എനിക്ക് എൻ്റെ അച്ഛൻ്റെ. പിന്നെ സ്പോർട്സുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല എനിക്ക്. നമുക്കിനി കുറച്ച് ക്യാരറ്റ്. റോൾ എൻ്റെ ഒരു സെക്ഷൻ തയ്യാറായി കഴിഞ്ഞു. വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെക്ഷന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഇത്? മൈദ, പിന്നെ നമ്മളെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും രണ്ടും മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ്, പാല്. ഇത്രയും സാധനമാണ് ഈ മിക്സ് വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മള് ദോശ ചുടുന്ന
രീതിയിലുള്ള അത്രയും തിക്കായിട്ട് വേണം ചെയ്യാൻ, ഒരുപാട് ലൂസ് ആവരുത്. ലൂസ് ആകരുത്. എനിക്ക് തോന്നുന്നു സൗകര്യം കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് നിൽക്കുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ നിൽക്കാം. ഇപ്പൊ ദോശ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഓക്കെ. ഈ ഒരു ഷേപ്പില് എടുക്കണം. ഇതുപോലെ നമുക്ക് എത്ര എണ്ണമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും എണ്ണം നമ്മൾ റെഡിയാക്കി വെച്ച ശേഷമാണ് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാൻ. ഇപ്പോൾ വെജ് റോളിന്റെ ഫസ്റ്റ് 2 സെക്ഷൻസ് കഴിഞ്ഞ് ഈ ഒരു പരുവത്തിൽ സുമേഷ് ചേട്ടൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, റോൾ ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ തേർഡ് സെക്ഷൻ ആയ ഫ്രൈയിങ് ആണ് അല്ലേ? അതെ. സുമേഷ് ചേട്ടൻ തയ്യാറാക്കിയ വെജ് റോൾ. അപ്പൊ നമുക്ക് ഈ ഡിഷ് എന്തായാലും മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് രവിചേട്ടനാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്ന സമയത്തേക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പൊ നമ്മുടെ വെജ് റോൾ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു മധുരമുള്ള വിഭവമാണ്, ഒരു പായസമാണ് അല്ലെ? എന്ത് പായസമാണ് ഇത്? ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാണ് ഈ പായസത്തിന്റെ പേര്. പക്ഷെ അങ്ങനെ വലിയ കഠിനാധ്വാനം ഒന്നുമില്ല, ഇടിക്കലൂല പിഴിയിലൂല, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. ഒരു പായസം എന്ന് പറയുന്നത് അത്രയും മധുരമായിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമില്ല. നമ്മുടെ ചെമ്പാപ്പച്ചരി നല്ലപോലെ ചോറിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വേവിക്കണം. കാരണം അത് പിന്നെ അടുത്തായിട്ട് വേവിക്കുന്നത് നമ്മൾ ശർക്കര ഉരുക്കി, കാരണം അതിനകത്ത് കരടും കല്ലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിനകത്താണ് നമ്മൾ പിന്നീട് വേവിക്കുന്നത്. അപ്പം നോർമൽ ലെവലിൽ വേവിച്ച് കഴിഞ്ഞാൽ ഈ ശർക്കര പാവിനകത്ത് വരുമ്പോൾ അതൊന്നുകൂടെ ബലക്കും. അപ്പൊ അങ്ങനെ അതൊരു സ്ട്രോങ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഈ ചെമ്പാപ്പച്ചരി നല്ലോണം വേവിച്ചെടുക്കും. പ്രഷർ കുക്കറിൽ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ പഴയകാലത്ത് അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്, പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് കാരണം മറ്റേ എന്താ പറയാ, വെജ് റോൾ ഉണ്ടാക്കിയ പോലത്തെ കഠിനാധ്വാനം ഒന്നും വെജ് റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് നല്ല ഇത് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാണ് പേരെങ്കിലും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെയ്യൊന്നും ഒഴിക്കുന്നുണ്ടല്ലേ? ഇല്ല, നെയ്യിന്റെ ഇതില്ല. അതായത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനം. ഇതിനകത്ത് നമ്മളൊരു പായസം എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനങ്ങൾ ഇതിനകത്തില്ല. വളരെ സിമ്പിൾ ആയിട്ട് വളരെ എന്താ പറയാ ഒരു കൈക്കിലേക്ക് പിടിക്കും.
ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ? വളരെ അതിന്റെ അത് ആവശ്യം വന്നിട്ടില്ല. ഇത് എന്റെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. ഓ അത് ശരി. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു ഓർമ്മ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇപ്പം ഏതാണ്ട് ഇതൊരു ഷേപ്പിലായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ നമ്മൾ ചിരവി പിഴിഞ്ഞെടുത്ത് പാല് അതിനകത്ത് 3-ാം പാലും 2-ാം പാലും ഒഴിക്കാം. ആദ്യം നമുക്ക് 2-ാം പാലും 3-ാം പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇതിനകത്തേക്ക് നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് ഒരു തിള വരുമ്പോൾ നമുക്ക് എടുക്കാം. തിള വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് 1-ാം പാലും കൂടെ ചേർത്ത് 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കാൻ പാടില്ല. അപ്പം തിളച്ചു. തിളച്ചു വെച്ചു. ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ ഏതാണ്ട് ഒരു ഷേപ്പായി. ഇനി 1-ാം പാലും കൂടെ ഒഴിച്ചാൽ മറ്റേ 2-ാം പാലിനൊക്കെ നല്ല കട്ടിയായിരിക്കും. അതെപ്പോഴും തന്നെ അത് 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കരുത്. കാരണം ആ ടേസ്റ്റ് ഈ 1-ാം പാലിന്റെ ടേസ്റ്റാണ് ഇതിന്റെ കളറൊന്നും മാറി. അതെ, കളർ മാറി കുറച്ചുകൂടെ. ഇതിൽ സാധാരണ പായസത്തിൽ ഇടുന്ന പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് അതൊന്നുമില്ല. വളരെ എന്താ പറയാ ഒരു സാത്വികനായിട്ടുള്ള ഒരു പായസമാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിനകത്ത് പിന്നെ നമ്മൾ അടുത്തായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ ഏലക്കായ പൊടിച്ചു വെച്ചത്. അതും വളരെ കുറച്ച് മതി കേട്ടോ. ഇതിപ്പോ ഒരുപാട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒത്തിരി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തായി പോകും. ഇതായി. പിന്നെ അടുത്തത് ഇത് ജീരകം. എല്ലാവരും കാരണം ഇത് ഒരു എന്താ പറയുക ഫ്ലേവർ കിട്ടാൻ വേണ്ടി ജീരകം കുറച്ച് മതി. ഏലക്കായുടെ മണം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇത് നമ്മുടെ സഹചാരി, അതായത് ചുക്ക്. ഇതാണ് ഏറ്റവും, കാരണം ഇതിന്റെ കംപ്ലീറ്റ് ഈ വായുവിന്റെ പ്രശ്നങ്ങളും അതുപോലെ എല്ലാം, കാരണം ഇതെല്ലാം ആയുർവേദമായിട്ട് വളരെ കണക്റ്റഡാണ്. എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ആയി കഴിഞ്ഞില്ലേ ഇപ്പൊ ഈ പായസം പ്ലസ് കഷായം ഇത് എന്താ ഈ ശർക്കര എന്ന് പറയുന്നത് വളരെ അയണിന്റെ കണ്ടന്റ് കൂടുതലാണ്. ഇതിനകത്ത് സ്റ്റാർച്ച് ഉണ്ട്. അപ്പൊ ഇത്തരം എന്താ പറയാ വായുവിന്റെ ശല്യം ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്ത് ചേർക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ സാധനങ്ങൾക്കകത്തും എന്താ പറയാ ഇപ്പം സാമ്പാർ വയ്ക്കുമ്പം പരിപ്പുണ്ട് അതിനകത്ത്, അതിനാണ് കായം ചേർക്കുന്നത്. അപ്പൊ കായം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ആഹാരങ്ങളെല്ലാം. ഒരു പോയിന്റാണ്. രവിചേട്ടൻ എനിക്കൊന്നും തിയറി അല്ല അറിയാം, പക്ഷെ പ്രാക്ടിക്കലി ഒന്നും ചെയ്യത്തില്ല. ചെയ്ത് കാണിച്ചു പോയാൽ പിന്നെ അടുക്കളക്കകത്ത് പോകുന്നൊരു പേടിയില്ലാതെ. അപ്പൊ നമ്മുടെ പായസം, അരിപ്പായസം അതല്ല, ഇടിച്ചു പിഴിഞ്ഞ പായസവും റെഡിയായി കഴിഞ്ഞു. അപ്പൊ രുചിമേളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 2 ഡിഷാണ് തയ്യാറാക്കിയത്. അടുക്കളയിൽ കയറാത്ത നമ്മുടെ രവിചേട്ടൻ തയ്യാറാക്കിയ ഇടിച്ചു പിഴിഞ്ഞ പായസവും അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന സുമേഷേട്ടൻ തയ്യാറാക്കിയ വെജ് റോളുമാണ്. അപ്പോൾ ഈ എപ്പിസോഡിന്റെ അവസാനം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് 2 ഡിഷും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുവരയ്ക്കും ഷോർട്ട് ബ്രേക്ക്. രുചിമേളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ 2 ഡിഷസ് എന്താ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. വെജ് റോളും ഇടിച്ചു പിഴിഞ്ഞ പായസവും. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അതിഥികളുടെ പത്നിമാർ എൻ്റെ 2 സൈഡിലും ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പേരെന്താണ്? അശ്വതി. സുമേഷ് ചേട്ടൻ്റെ വൈഫ് അശ്വതിയും രവിചേട്ടൻ്റെ വൈഫ് പാർവതി. അശ്വതിയും പാർവതിയും എൻ്റെ 2 സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇവരാണ് ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു ആദ്യം വെജ് റോള് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് വെജ് റോൾ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് പാർവതിക്ക് ആദ്യം കൊടുക്കാം അല്ലെ? ഈ ഭർത്താവിന്റെ ഡിഷിന് നല്ലതാണെന്ന് ഭാര്യ പറഞ്ഞാലോ. അപ്പൊ നമുക്ക് പാർവതിയും അതെ. അപ്പോ ജെനുവിൻ ആയിട്ടൊരു ഒപ്പീനിയൻ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർവതിയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അതല്ല, നമ്മൾ ഉണ്ടാക്കിയ സാധനം മറ്റുള്ളവർ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതിലാണ് നമുക്ക് സന്തോഷം.
ഞാൻ ഈ ചീസിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ ആളാണ്. എനിക്ക് ആ ചീസിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇഷ്ടപ്പെടും. നഷ്ടത്തിട്ടൊന്ന് കേൾക്കണം, കഴിക്കും. ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ശരിയാക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ല, എനിക്ക് ഉപ്പ് ഇതായിട്ട് തോന്നി. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെയുണ്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിക്ക അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ കദളിപ്പഴം ചേർക്കാം. ആ ഏലക്കയുടെ ടേസ്റ്റ് ഒക്കെ അറിയുന്നുണ്ട്. ചുക്കിന്റെ ടേസ്റ്റ് കഴിക്കുന്ന പായസം പോലെ അല്ല. അതെ, ഞാൻ പായസം കുറച്ച് മധുരം കുറച്ച് കഴിക്കുന്ന പ്രകൃതാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മധുരം ഓക്കെയാണ്. എനിക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പാർവതി കഴിക്കാം. ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ? അതെ, അടുക്കള കയറി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അത് ഷൂട്ടും ചെയ്യും ഞങ്ങള്. അപ്പോ താങ്ക് യു സോ മച്ച് രുചിമേളത്തിലെ ഫാമിലി ആയിട്ട് വന്ന രണ്ടുപേർക്കും. ഈ ഓണക്കാലത്ത് പ്രേക്ഷകരെടുത്ത് എന്താണ് പറയാനുള്ളത്? ഓണത്തിന് സാധാരണ എല്ലാവരും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയുന്ന പോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇതേപോലെ ഉള്ള ഓരോ ഷോകളിലൂടെയും അവസരം ഉണ്ടാക്കട്ടെ. പുതിയ പുതിയ ഡിഷസ് ഒരുപാട് നമുക്ക് ഇതുപോലെ ഓണമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചാനലിലൂടെ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഓണാശംസകൾ അറിയിക്കും. എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ വളരെ നല്ല കുറച്ച് ഓണങ്ങൾ ഉണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. വരും തലമുറയ്ക്കും ഇതുപോലെ ഓണം ഉണ്ടാകുന്ന ഒരവസ്ഥ, നല്ല പ്രകൃതി, നല്ല ഭക്ഷണം, നല്ല കാലാവസ്ഥ, ഇതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുക. ഭാവി തലമുറയ്ക്കും കാലങ്ങളോളം നല്ല ഓണങ്ങൾ ഉണ്ണാനും നന്നായിട്ട് ജീവിക്കാനുള്ളൊരു ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അമ്മമാർ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാവരും എപ്പോഴും ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും സുഖവും സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ഓണം ആശംസിക്കുന്നു ഞങ്ങൾ. രുചിമേളത്തിലൂടെ കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി ഒരുപാട് ഡിഷസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തന്നിരിക്കുകയാണ്. രുചിമേളത്തിൻ്റെ ഈ ഓണക്കാലത്തെ സ്പെഷ്യൽ എപ്പിസോഡ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഓണക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ACVയോട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ഓണാശംസകൾ. ബൈ.